ഇത് കണ്ടെന്ന് കണ്ട ഇവിടെ ഉണ്ട്. ഇതിൻ്റെ 2 ചേച്ചിമാർ കൂടി ഇട്ടതാണ്. അവാർഡാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ചേച്ചിമാരൊക്കെ ഇട്ടത്. പിന്നെ ഇവിടെ പ്രകൃതി രമണീയമാണ്. എന്ത് രസമാണ് ഇവിടുത്തെ സ്ഥലമൊക്കെ, ഭയങ്കര രസമാണ്. ഇവിടെ കൃഷിയുണ്ട്, തക്കാളി കൃഷിയുണ്ട്, മത്തങ്ങയൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. പൂത്തു. അപ്പോൾ മത്തങ്ങ വള്ളിച്ചെടികളൊക്കെ ആയി. മത്തങ്ങ നമുക്ക് ഉണ്ടാവുന്നത് ടെക്നോളജി. പിന്നെ പഴയ പഠിച്ചാണ് ഫസ്റ്റ് എൻ്റെ നമ്മളെ അടുപ്പ്, പിന്നെ അമ്മിക്കല്ല്, അങ്ങനെ ഭയങ്കര അരച്ച് കാണിച്ചുതരാം. അപ്പം നമ്മൾ ഫസ്റ്റ് തുളസി അരക്കണം. കുറച്ച് മതി കേട്ടോ. നല്ല വൈബാണ് ഇവിടെ, നല്ല പ്രകൃതിയാണ്. ഇവിടെ കുറേ സ്ഥലമുണ്ട്. അത് തന്നെ നമുക്ക് കുറേ കളിക്കാം. ഷട്ടിൽ ബാറ്റ്, ക്രിക്കറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പം നമ്മൾ നിങ്ങളെ ബോറടിപ്പിക്കില്ല അധികം. നമുക്ക് എല്ലാം അരച്ചെടുക്കാം. മൈക്രോഫോൺ ഉണ്ടാവില്ല, അത് അതിൻ്റെ സൗണ്ട് ഒക്കെ കുറവായിരിക്കും. അതൊന്നും ഒരു സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. അപ്പോൾ അതൊരു കുറവാണ്. നിങ്ങൾ പരമാവധി ഞാൻ എൻ്റെ ഉറക്കയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ഇതാക്കാം. ഞാൻ അരയ്ക്കാനൊക്കെ ഫസ്റ്റ് തുളസി കഴുകാം. വീട്ടിലുണ്ടായി തുളസിയിൽ നമുക്ക് പറ്റൊന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കണ ചെറിയ കുട്ടിയെ കൊണ്ട് അരപ്പിക്കണമെന്നൊന്നും. ക്യാമറമാനൊക്കെ സഹായിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ ആക്കുള്ളൂ. ബാക്കിയൊക്കെ ക്യാമറമാനെ അരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ അരച്ചു നോക്കണ്ട ചേച്ചി, ഞാൻ അരച്ചു നോക്കണ്ട. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി അരയ്ക്കുകയാണ്. അരച്ചിരിക്കണം, നന്നായിട്ട് അരച്ചെടുക്കാം. വീഡിയോസ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. നമുക്കപ്പോൾ നമ്മളെ പരിപാടിക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ഈ കൊച്ചിനൊന്നും അരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ സഹായം വേണ്ടി വരും എനിക്ക് തോന്നുന്നു. അതിലത്തെ ക്യാമറമാനാണ് വരയ്ക്കുന്ന ചേച്ചി. ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ല കേട്ടോ, അതാണ് കേട്ടോ. ക്യാമറമാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചു. നമുക്ക് ക്യാമറമാനാണെങ്കിൽ അരച്ചു തന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾക്ക് വയ്യ കിട്ടിയിട്ടുണ്ട്. അമ്മിക്കല്ലൊക്കെ ഒരു നൊസ്റ്റാളജി ഫീലല്ലേ. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അമ്മിക്കല്ല് പോലും എപ്പോഴും മിക്സിക്ക് അല്ലേ. ഇവിടെ അമ്മിക്കല്ലുണ്ട് കേട്ടോ. മിക്സി ഇല്ലാന്നല്ല കേട്ടോ, അമ്മിക്കല്ലും ഉണ്ട്. കൂടുതൽ പേര് അമ്മിക്കല്ലാണ് അരയ്ക്കും. ദോശമാവൊക്കെയാണ് ആ ദോശമാവ് അരയ്ക്കുന്ന ആട്ടിനെ അരച്ചത്. അത് മിക്സിയിലല്ല അരയ്ക്കുക. അപ്പോൾ ഇതിവിടെയാണ് ഞങ്ങൾ ഇപ്പോഴും ദോശയൊക്കെ ആട്ടാട്ട. ഞാനല്ല ആദ്യമൊക്കെ ഇതിലാണ് ദോശ ആട്ടി. ഞങ്ങൾ മിക്സിയിലൊന്നും ദോശ ആട്ടില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട ഇത് വന്ന പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം തോന്നി മാത്രമേ ഞങ്ങൾ മിക്സി യൂസ് രസമാണ്. പിന്നെ ഞങ്ങൾ അധികം ഒന്നും മിക്സി യൂസ് ചെയ്യും. ഞങ്ങൾ ചൂടാം. നല്ല ടേസ്റ്റാണ് അടുപ്പിലിട്ട് ഭക്ഷണം. ചോറും ചായയൊക്കെ ഞങ്ങൾ അടുപ്പിലായിരിക്കുക. മീൻകറിയും ബീഫറൊക്കെ എന്തൊരു ടേസ്റ്റാണ്. അടുപ്പ് പൊളിയാണ് ഫ്രൈയും. ഇതാണ് അടുപ്പിട്ടാ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര നൊസ്റ്റാളജിയില്ലേ. ഇവിടെ കരി പിടിച്ചിരിക്കണോണ്ടാ ഭയങ്കര കരിയാണ്. കൈ കണ്ട ഭയങ്കര കരി പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ നൊസ്റ്റാളജി കേട്ടോ. അടുപ്പിൽ വെച്ച മീൻകറിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അടുപ്പിൽ വെച്ച അപ്പോ ഞങ്ങൾ ഇനി വേറെ നൊസ്റ്റാളജി സംഭവങ്ങൾ ഞങ്ങൾ വിറകാണ് കേട്ടോ. അപ്പൊ അടുപ്പിലൊക്കെ കത്തിക്കാൻ യൂസ് ചെയ്യാണിത്. ചെറിയൊരു കുടിയിൽ ഞങ്ങൾ കെട്ടിയില്ല കേട്ടോ. പിന്നെ വേറൊരു കുടിയുടെ ഞങ്ങൾ സംഭവം ഞങ്ങളെ വീട്ടിലൊക്കെ 32 കൊല്ലം തികഞ്ഞു കേട്ടോ. അപ്പോ നമ്മളെ കനച്ചിന്ന് വെള്ളം കോരി കാണിക്കണ്ട. ഞാനല്ല കോരുന്നുണ്ട്, ചേച്ചിയാണ് കേട്ടോ കോരണ. ഇതുപോലെ ചേച്ചി ആട്ടാ, വേറെ ചേച്ചി കുടിക്കാം.
ശുദ്ധമായ വെള്ളം കുടിച്ചു ശുദ്ധമായ ഞാൻ ആമി ഇങ്ങനെ കൈ കഴുകാണ് കാണിക്കും. ഇതാണ് നമ്മളെ ആമിയുടെ മൈലാഞ്ചി ഡിസൈൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വ്യൂസ് വളരെ കുറവാണ്. സബ്സ്ക്രൈബും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ ബൈ. ലൈക്ക് ചെയ്യണം, യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും ലൈക്ക് ചെയ്യണം. എന്തായാലും ബൈ ബൈ.